ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ലേഡീസ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ബാൻഡ് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നൊരു പാൻറ്റാണിത്. ഈ ഒരു പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത്, നമ്മുടെ ഫ്രണ്ടിൽ സെൻറ്റർ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് വീതിയിൽ നമ്മളൊരു ഡാർട്സ് കൊടുക്കുന്നുണ്ട്. വണ്ണം കൂടുതലുള്ള ഒരു പാൻറ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഒരു 4.5 ഇഞ്ചാണ് ഈ ഒരു പാൻറ്റിന് വേണ്ടി ഇറക്കം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡാർട്സിന് വേണ്ടി ഇറക്കം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ 2 പീസിലും നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഡാർട്സിൻ്റെ ഇറക്കത്തിന് വേണ്ടി ചെയ്യുന്നു. ഇനി നമ്മുടെ സൈഡ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ 1.5 ഇഞ്ച് മുകളിൽ നിന്ന് ഇറക്കി മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 5.5 ഇഞ്ച് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പൺ വെക്കുന്നു. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിത് 2 ഇഞ്ച് വീതിയിലാണ് ഈ ഒരു ബാൻഡ് തയ്ച്ചെടുക്കുന്നത്. പാൻറ്റിൻ്റെ ബാൻഡ് തയ്ച്ചെടുക്കുന്നത് 2 ഇഞ്ച് വീതിയിലാണ്. കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കത് 1 ഇഞ്ച് 1.5 ഇഞ്ചിലൊക്കെ ചെയ്തെടുക്കാം. ഇനി നമ്മളിതുപോലെ പോക്കറ്റിന് വേണ്ടി നമ്മൾ ഇതുപോലെ തുണി എടുത്തിട്ടുണ്ട്. ഈ ഒരു പോക്കറ്റ് പീസിനെ ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഉൾവശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു മാർക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ, ഇത് നല്ല വശമാണ്, ഇത് ഉൾവശം ഇതുപോലെ വരുന്ന രീതിയിൽ പോക്കറ്റിനെ തുണിയെ അടിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അതുപോലെ തന്നെ നമ്മൾ പോക്കറ്റ് പീസ് വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പാൻറ്റ് പീസിനേക്കാൾ ഒരു 1/2 ഇഞ്ചെങ്കിലും മുകളിലേക്ക് കയറ്റി വേണം പോക്കറ്റ് പീസ് വെക്കുവാൻ. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമനുസരിച്ച് അത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. കുറഞ്ഞു പോകാൻ പാടില്ല ഇവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം മുകളിലോട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെയും ഇതുപോലെ ചെയ്യുക ഇതുപോലെ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു കോൺ വശം ഇവിടെ ഈ ഒരു കോണിലുള്ള ഈ ഒരു വശത്ത് നമ്മളൊരു കട്ടിങ് കൊടുക്കുക. നമ്മൾ ആ നൂല് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം. ഇവിടെയും ആ ഒരു കട്ടിങ് കൊടുക്കുക ഇനി നമ്മുടെ പോക്കറ്റ് നമ്മുടെ നല്ല വശത്താണ് ഉണ്ടാവുക. ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ നഖം വലിച്ചുകൊണ്ട് ഈ ഒരു പോക്കറ്റിനെ ഉള്ളിലേക്ക് ആ ഒരു കോണിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്നുണ്ടോ, നമ്മൾ ബാക്ക് പോക്കറ്റൊക്കെ കട്ട് ചെയ്താൽ കിട്ടുന്നത് പോലെ നമുക്ക് ഈ ഒരു കോണിൽ നമുക്ക് ഇതുപോലെ കിട്ടും പോക്കറ്റിനെ ഉൾവശത്തേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കോണിൽ ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കും. നമുക്ക് ഇവിടെ നമ്മൾ ആദ്യം ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയുള്ള ഭാഗം ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുത്തനെ വരുന്ന ഭാഗത്ത് നമുക്ക് സൈഡിൽ കൂടിയോ അല്ലെങ്കിൽ പ്രഷർ വുഡിൻ്റെ വീതിയിലോ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ടേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ പിടിച്ചുകൊണ്ട് നമ്മുടെ പോക്കറ്റ് പീസിനെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി നേരെ പകുതിയായി മടക്കി വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇവിടെയും ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. പോക്കറ്റിൻ്റെ താവിൽ ഉൾവശത്താണ് ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ മറിച്ചിടുക ഇതിനെ മറിച്ചിട്ടതിന് ശേഷം നമ്മളിവിടെ ഒരു സ്റ്റിച്ച് കൂടി നമ്മളിവിടെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. നമ്മുടെ തുണിയെ ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ പോക്കറ്റിൻ്റെ ആ ഒരു ഓപ്പണൊക്കെ കിട്ടിയത് ഇനി നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് ഇതുവരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ താവിലും ഇവിടെയും നമ്മളത് പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റ് വെച്ചതിന് ശേഷം ഇവിടെ നമ്മളത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കും. ബാക്കി വരുന്ന ഈ ഒരു പോക്കറ്റിൻ്റെ തുണിയെ, ബാക്കി എക്സ്ട്രാ നമ്മൾ കൂടുതലൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു പോക്കറ്റിൻ്റെ തുണിയെ മാത്രം കട്ട് ചെയ്തെടുക്കുക. ബോഡി പീസിനെ കട്ട് ചെയ്തെടുക്കാതെ പോക്കറ്റ് പീസിനെ മാത്രം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഒരു ടക്ക് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ടക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് വീതിയിലാണ് ആ ഒരു ടക്ക് നമ്മൾ തുടങ്ങുന്നത്. ഇതുപോലെ ടക്ക് ചെയ്യുന്നു ഉൾവശത്ത് ഇതുപോലെ ടക്ക് അടിച്ചതിന് ശേഷം ഇതുപോലെയാണ് കിട്ടുക. ഇനി നമ്മൾ പോക്കറ്റിനെ ഇതുപോലെ വെക്കും.
അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇവിടെ കറക്റ്റ് വെച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സൈഡിലുള്ള പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിലുള്ള പോക്കറ്റാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ സൈഡിലുള്ള പോക്കറ്റും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ, നമ്മൾ രണ്ട് സൈഡിലുള്ള പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഈ ഒരു സിബൊക്കെ വരുന്ന ഭാഗത്ത്, നമ്മുടെ ക്രോച്ച് ഭാഗത്ത് നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട്, നമ്മുടെ ഫ്രണ്ട് പീസാണിത്, ഇതുപോലെ വെച്ചുകൊണ്ട് ഇവിടെ നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഒരു ക്രോച്ചിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സൈഡ് നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ വെക്കുന്നത്. ഇനി നമുക്ക് ബാൻഡാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ 2 ഇഞ്ച് വീതിയിലാണ് ബാൻഡ് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു എക്സ്ട്രാ പീസ് എടുത്തിരിക്കുന്നത് നമ്മൾ ബാൻഡിന് വേണ്ടി 6 ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ക്യാൻവാസ് ഒന്നും ഒട്ടിക്കുന്നില്ല, അതുകൊണ്ടാണ് കൂടുതൽ വീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു പീസിനെ ഇവിടെ കണ്ടോ, ഇതുപോലെ നമ്മുടെ ഈ ഒരു നല്ല വശം മുകളിലേക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടെക്കൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ടെക്കിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ മുകളിലേക്ക് വലിക്കുവാൻ പാടില്ല. മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഇതുപോലെ പ്ലീറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഇങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ വെച്ചതിന് ശേഷം എങ്ങനെയാണോ ടെക്ക് വരുന്നത് അതേ രീതിയിൽ തന്നെ ടെക്കിനെ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ടെക്കിനെ വലിച്ച് മുകളിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കണ്ടോ, ഇതുപോലെ നമ്മൾ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിന് ഉൾവശത്തേക്ക് 2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒരു മടക്ക് കൊടുക്കുന്നു. 2 ഇഞ്ച് വീതിയിലാണ് മടക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു മടക്ക് കൂടി കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ മടക്കുമ്പോൾ നമുക്ക് വേണ്ട വിധത്തിൽ അല്പം കട്ടിയും തുണിയിൽ അവിടെ ബാൻഡ് ഭാഗത്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായി മടക്കി എടുക്കുവാനും കഴിയും. അതിനുശേഷം നമ്മൾ മുകൾ ഭാഗത്ത് നിന്ന് ഇതുപോലെ നമ്മുടെ ബാൻഡിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഈ ഒരു സ്റ്റിച്ചിങ് ബാൻഡിൻ്റെ മുകളിലാണ് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഉൾവശത്ത് മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു പീസും ആ ഒരു സ്റ്റിച്ചിൽ കവർ ആവുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് പീസാണിത്. ബാക്ക് പീസിൽ ഇവിടെയാണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത്. രണ്ടാമത്തെ ഭാഗം ഇവിടെ കണ്ടോ, ഇവിടെയാണ് മാർക്കിംഗ് വരുന്നത്. ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗം നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ച് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയാണത്. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിന് ഇവിടെ കറക്റ്റായി ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നു. ഈ ഒരു പോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗത്തൊന്ന് കെട്ടിയടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ താഴോട്ടേക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ പോക്കറ്റിൻ്റെ ആ ഓപ്പൺ ഭാഗം നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് പോകാൻ പാടില്ല. അതുകൊണ്ട് കറക്റ്റ് ശ്രദ്ധിച്ച് സ്റ്റിച്ചിങ് ചെയ്യുക. ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ നേരെ താവ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ബോട്ടം ഭാഗത്ത് അല്പം ഡിസൈനൊക്കെയുള്ള പീസാണ്. കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമ്മൾ കണ്ടോ, ഇവിടെ ഓപ്പൺ കണ്ടോ, കറക്റ്റായി നമുക്ക് കിട്ടുന്നത് കണ്ടോ, ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇവിടെ നമ്മൾ ഈ ഒരു ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൂട്ടി തയ്ച്ചു പോകാൻ പാടില്ല. അതെപ്പോഴും ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ താവിൽ നിന്ന് മുകളിലോട്ട് തുടങ്ങുകയാണ്. ഇവിടെ നല്ലവണ്ണം കെട്ടിയടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ, ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇവിടെ വരെ കണ്ടോ, നമ്മൾ ആ ഒരു മാർക്കിൽ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ. നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ, കട്ടിങ്ങും സ്റ്റിച്ചിങ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അളവ് എവിടെയാണോ അവിടെയൊക്കെ തന്നെ കറക്റ്റായി കിട്ടും നമുക്ക്. കണ്ടോ, ഈ ഒരു ഭാഗത്തെ പോക്കറ്റ് നമ്മൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്കിവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓവർലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. ഇവിടെ കണ്ടോ, ഈ ഒരു സ്റ്റിച്ചിങ് നമ്മുടെ ബാക്ക് പീസിൽ കൂടിയാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ബാക്ക് പീസിൻ്റെ സൈഡിൽ ഇവിടെ പോക്കറ്റ് ഭാഗം വരെ മാത്രം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. കണ്ടോ, അല്പം തിക്നെസ് കിട്ടുവാൻ ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്താൽ സാധിക്കും. കണ്ടോ, ഇവിടെ വരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, നമ്മുടെ പോക്കറ്റ് കണ്ടോ നല്ല വൃത്തിയോടുകൂടി നിൽക്കുന്നത് കണ്ടോ, ഇതുപോലെ കിട്ടും നിങ്ങൾക്ക്.
നമ്മൾ ഈ ഒരു ബാൻഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന മോഡലാണിത്. ഇനി നമ്മൾ ചുരിദാറിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, അതുപോലെ തന്നെ ഫുൾ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതും നമ്മൾ വേറെ മോഡലിലാണ് ചെയ്തെടുക്കാറ്. അതുകൂടി നമ്മൾ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കണ്ടോ, നമ്മളിനി ബാക്ക് പീസിൽ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ബാക്കാണിത്. ബാക്ക് പീസ് 2 ബാക്ക് പീസും വെച്ചതിന് ശേഷം ഇതുപോലെ ഇനി നമ്മൾ കണ്ടോ ഈ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്യില്ല, ഇതുപോലെ അല്പം പുറത്തേക്ക് ക്രോസ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. ആ ഒരു ക്രോസ് ചെയ്തത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിന്ന് ഇതുപോലെ ക്രോസ് ചെയ്തുകൊണ്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ഓവർലോക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, നമ്മൾ അതിവിടെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ക്രോസിലെ നമ്മൾ എന്തിനാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് പറഞ്ഞു തരാം. നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കറക്റ്റ് നല്ല വൃത്തിയോടുകൂടി കിട്ടുവാൻ വേണ്ടിയാണ്. കണ്ടോ, ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് പ്രസ് ചെയ്ത് കിട്ടും. ഇനി നമ്മൾ ഇവിടെ നേരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതെങ്കിൽ നമുക്കത് മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്കത് ടൈറ്റാണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ എലാസ്റ്റിക്കിനെ കവർ ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു പീസിനെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് മടക്കി തയ്ക്കുക. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ഇൻസൈഡ് ഭാഗം നമ്മൾ കണ്ടോ ഈ ഇൻസൈഡ് ഭാഗമില്ലേ നമ്മുടെ പാൻറ്റിൻ്റെ ആ ഒരു ഭാഗം നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻറ്റ് ചെയ്യുന്ന ഇൻസൈഡ് ഭാഗം ഇതുപോലെ താവിൽ നിന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഈ ഒരു ഭാഗം വലിക്കുവാനൊന്നും പാടില്ല, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കറക്റ്റ് ഈ ഒരു ജോയിൻ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടണം. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. നമ്മൾ ഇനി ഇവിടെ ഈ ഒരു പീസിൻ്റെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമ്മുടെ ഈ ഒരു മുട്ട ലൂസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളിവിടെ ഇതുപോലെ റൗണ്ടിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. ഇതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലുള്ള ഭാഗങ്ങളാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ഭാഗവും നമ്മൾ ഓവർലോക്ക് ചെയ്യുന്നു. ഇനി നമുക്കിതിന് ഇലാസ്റ്റിക് വെക്കുകയാണ്. നിങ്ങൾക്ക് എത്രയാണോ ഇലാസ്റ്റിക് ആവശ്യം അതിനനുസരിച്ച് ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം ഇതുപോലെ ഇവിടെ കണ്ടോ ഇലാസ്റ്റിക് ഇതുപോലെ വെക്കുക. കണ്ടോ ആ ഒരു പീസിൽ ഇലാസ്റ്റിക് തയ്ച്ചെടുക്കുന്നു. കണ്ടോ ഇതുപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇത് കണ്ടോ ഇതുപോലെയാണ് തയ്ച്ചെടുക്കുന്നത്. ആ ഒരു പീസിലാണ് നമ്മുടെ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിലാണ് തയ്ച്ചെടുക്കുന്നത്. ഇനി നമ്മൾ നേരെ പിടിച്ചുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും ഇതുപോലെ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇവിടെ കണ്ടോ ഇതുപോലെ ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഇതുപോലെ കവർ ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഈ ഒരു പീസ് കൊണ്ട് കവറിങ് ചെയ്യുന്നു, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. 4 ഇഞ്ച് വീതിയിലാണ് നമ്മളിവിടെ തയ്ച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ നേരെ പകുതി ഭാഗം നമ്മുടെ ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടോ ഈ ഒരു നടുക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഇലാസ്റ്റിക്കിൻ്റെ അത് നമ്മുടെ ബാക്ക് പീസിൻ്റെ നടുവിൽ വരുന്ന രീതിയിലേക്ക് വലിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ചിങ് ചെയ്യുക. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, സൂചി പൊട്ടിപ്പോവാതെ കേട്ടോ. ആദ്യം സൂചിയെ ഒന്ന് കുത്തി താഴ്ത്തി വെച്ചതിന് ശേഷം മാത്രം ഇതിനെ വലിച്ചു പിടിക്കുക. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിറകിൽ കൈ വെച്ചുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സൂചി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കണ്ടോ ആ ഒരു സെൻറ്റർ കണ്ടോ ഇലാസ്റ്റിക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ എത്തിക്കുന്നത് കണ്ടോ, ഇതുപോലെ ചെയ്യുക. ഇനി നമ്മൾ അതുപോലെ തന്നെ ബാക്കി ഭാഗവും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇതുപോലെ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ നേരത്തെ കവർ ചെയ്ത് അടിച്ചതുപോലെ തന്നെ ഈ ഒരു പീസിനെ താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ സൈഡ് ഭാഗം കവർ ചെയ്തെടുക്കുന്നു. കണ്ടോ നമുക്ക് ഇതുപോലെ കിട്ടും. നമ്മൾ മുകൾ ഭാഗമൊക്കെ കണ്ടോ നല്ല ടൈറ്റിൽ കിട്ടിയത് കണ്ടോ. ഇതൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്കൊരു സ്റ്റിച്ച് കൂടി കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് 2 3 സ്റ്റിച്ച് ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പീസിനെ നമ്മുടെ പാൻറ് പീസിനെ മുകളിലേക്ക് കയറിപ്പോകും. അതുകൊണ്ടോ ഇത് ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് വലിച്ച് എപ്പോഴും ഇതുപോലെ വലിച്ച് താഴ്ത്തി വെച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഫിനിഷിംഗ് ഉണ്ടാകില്ല. ഈ ഒരു പാൻറ് പീസ് മുകളിലേക്ക്
കയറി വന്നിട്ടുണ്ടാകും. ഇലാസ്റ്റിക്കിൻ്റെ ടൈറ്റിനനുസരിച്ച് അത് നല്ലോണം വലിച്ച് ഇതുപോലെ താഴ്ത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്കിവിടെ ഈ ഒരു സൈഡിൽ കൂടി നമ്മൾ മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഇലാസ്റ്റിക്കിനെ ഫുൾ കവർ ചെയ്തുകൊണ്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തത് കണ്ടോ? ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.